നാദാപുരത്തുള്ള ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിക്ക് വയറുവേദന വന്നതിനെ തുടർന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഈ പെൺകുട്ടി പ്രഗ്നന്റാണെന്നുള്ള കാര്യം. തുടർന്ന് പോലീസായി കേസായി ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ പേര് ആ പെൺകുട്ടിയുടെ സ്വന്തം അച്ഛന്റെ പേരാണ്. അന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ ഒരുപാട് ഉറക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല എന്ന്. അന്ന് ആരും അത് കേട്ടില്ല. പത്രങ്ങളും വാർത്തകളും എല്ലാം അത് കുട്ടി ആഘോഷിച്ചു. എല്ലാ വാർത്തകളിലും ഹെഡ്ലൈനായിട്ട് ഇയാളുടെ ഫോട്ടോ അടക്കം വന്നു. പിന്നീട് DNA ടെസ്റ്റ് പുറത്തു വന്നതോടുകൂടിയിട്ട് ആ ഉപ്പ് കുറ്റക്കാരനല്ല, മറ്റൊരാളാണ് പ്രതി എന്നുള്ള കാര്യം പുറത്തു വന്നു. ഇവിടെ ഈ പെൺകുട്ടി വാപ്പക്കെതിരെ വ്യാജ പീഡന പരാതി കൊടുത്തു എന്ന് മാത്രമല്ല, ഞാൻ ഈ സ്റ്റോറി മുഴുവൻ കേൾക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ വാപ്പാക്ക് ഒരു കൈയില്ല. ഈ നാസർ എന്ന് പറയുന്ന നിഷ്കളങ്കനായ മനുഷ്യന് ഒരു കൈയില്ല. ഈ ഒരൊറ്റ കൈ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ അധ്വാനിച്ചു കൊടുത്ത ഭക്ഷണവും കഴിച്ചിട്ടാണ്, ആ വസ്ത്രവും ധരിച്ചിട്ടാണ് ഒടുവിൽ ആ വാപ്പ എന്നെ പീഡിപ്പിച്ചു എന്ന വ്യാജ പരാതി പോലീസിന് കൊടുത്തത്. നമ്മളിതൊരു കേവലം ഒരു കഥയായി മാത്രം കേട്ടു പോകേണ്ട സംഗതിയല്ല. നാളെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയൊരു പ്രതിസന്ധികളിൽ ഒന്നാണ്. കാരണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ വാക്കിനേക്കാൾ വാല്യൂ കാമുകന്മാർ പറയുന്നതായി മാറി. അവരോടൊപ്പം ജീവിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും പ്രയോഗിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതാദ്യ സംഭവമൊന്നുമല്ല. സമാനമായ സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ നടന്നിരുന്നു. വീട്ടിൽ ബിൽഡിങ്ങിൻ്റെ പണിക്ക് വന്ന ചെറുപ്പക്കാരനുമായി മകൾക്കൊരു അടുപ്പമുണ്ടായി. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് വാപ്പാക്കറിയാം ഇവൻ ഫ്രോഡാണെന്ന്. ഇവർ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ വാപ്പ പെൺകുട്ടിയെ പല ആവർത്തി ശകാരിച്ചു, മോളെ ഇതുമായിട്ട് മുന്നോട്ട് പോകരുത്, അവൻ മഹാഫ്രോഡാണ്, കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നവനാണ്, അവനെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും നാട്ടിൽ പരക്കുന്നുണ്ട്, അതുകൊണ്ട് മോനെ ഈ പണിക്ക് നിൽക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ കേട്ടില്ല. അവരൊരുപാട് അടുത്തു. മാത്രമല്ല ഇവർ തമ്മിൽ പലപ്പോഴും തൃശ്ശൂർ നഗരവീഥികളിൽ വെച്ച് സംഗമിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്ത രൂപത്തിൽ ഇവർ വല്ലാതെ അടുത്തുപോയി. പല കാരണങ്ങളെ കൊണ്ടും പല കാര്യങ്ങളെ കൊണ്ട് ഇവർ അടുത്തുപോയി. ഒടുവിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നമ്മളുടെ മുന്നോട്ടുള്ള ബന്ധത്തിന് വാപ്പയാണ് ഒരു തടസ്സം, അതുകൊണ്ട് നീ ചെയ്യേണ്ടത് വാപ്പക്കെതിരെ ഒരു പീഡന പരാതി കൊടുക്കാൻ പറഞ്ഞു. ഈ നിഷ്കളങ്കനായ മനുഷ്യൻ രാവിലെ ജോലിക്ക് പോകുന്ന വഴി പോലീസുകാർ അറസ്റ്റ് ചെയ്തു. നാട്ടുകാരുടെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ തലമുനിച്ച മനുഷ്യൻ ഇങ്ങനെ പോവാണ്. സ്വന്തം മകളെ പീഡിപ്പിച്ചവൻ എന്ന ചിന്ത മനുഷ്യരുടെ മനോമുഖരങ്ങളിൽ ഉയർന്നു വരികയും അതിൻ്റെ പ്രതിഷേധ സ്വരങ്ങൾ മാത്രമല്ല, അവരുടെ മുഖത്ത് അതിൻ്റെ ആ പ്രതിഷേധം മലയടിക്കുന്ന അങ്ങേയറ്റം ദൃഷ്ടമായ ഒരു ജീവിയെ കാണുന്നത് പോലെ അദ്ദേഹത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ക്രോധവും ദേഷ്യവും അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുന്ന മുഖഭാവത്തോട് നിൽക്കുന്നു. അവരുടെ എല്ലാം മുമ്പിലൂടെ ഈ വിലങ്ങ് വെച്ച കൈകളുമായി അദ്ദേഹം പോലീസ് ജീപ്പിലേക്ക് കയറി. പിന്നീട് സംഭവിച്ചത് കുറേ